ഹായ് ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സോൾവ് ചെയ്യുന്ന ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. അതിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇത് കണ്ടോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. അത് ഓൾറെഡി എല്ലാ എക്സസൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓർ ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ LHS എന്ന് പറയുന്നത് P² മൈനസ് Q² ആണ്. RHS 4 × √P². അപ്പോൾ ഈ LHS ഈക്വൽ ടു RHS എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ LHS ഇതാണ്. ഞാനിതിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് 2 മെത്തേഡിൽ സോൾവ് ചെയ്യാം. ഒന്ന് നോക്കിയുള്ളൂ, ഇത് A² മൈനസ് B² ആ ഫോമിലല്ലേ. അപ്പോൾ എന്ത് വരും? A + B × A - B എന്ന് വരും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ A + B² മൈനസ് A - B². നോക്കൂ, A + B² മൈനസ് A - B² അല്ലേ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4AB എന്ന് വരും. നമുക്കറിയാമല്ലോ. അറിഞ്ഞുകൂടെങ്കിൽ അത് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഇനി ഡൗട്ടുള്ളവർ ശ്രദ്ധിക്കും, നമുക്ക് അത് ശരിയാണോ എന്ന് ചെയ്ത് നോക്കാം. A + B² മൈനസ് A - B². എക്സ്പാൻഡ് ചെയ്ത് A² + 2AB + B² മൈനസ് A² - 2AB + B² ആണല്ലോ. ഈ നെഗറ്റീവ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിന് ബ്രാക്കറ്റിലുള്ള എല്ലാ ടേമിൻ്റെ സൈൻ മാറും. A² + 2AB + B² മൈനസ് A² + 2AB - B² ആയില്ലേ. A² ക്യാൻസലായി, B² ക്യാൻസലായി, 2AB + 2AB 4AB. കണ്ടോ? അപ്പോൾ ഇതറിയാവുന്നൊരു കുട്ടിക്ക് ഇത് പെട്ടെന്ന് തന്നെ എഴുതി പോകാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് cot A + cos B² മൈനസ് cot A അല്ല തീറ്റ ആണല്ലേ. cot θ + cos θ² മൈനസ് cot θ മൈനസ് cos θയുടെ ആൻസർ എന്ത് വരും? 4 × 4AB ആണ്. അപ്പോൾ 4 cot θ cos θ എന്ന് വരില്ലേ ഇതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ഐഡൻറ്റിറ്റി എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ LHS സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 4 cot θ cos θ എന്ന് കിട്ടി. ഇനി നമുക്ക് RHS സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. അവിടെ എന്ത് കിട്ടണം? 4 cot θ cos θ എന്ന് കിട്ടിയാലേ നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് RHS, 4 × √PQ. അപ്പോൾ അതിന് വാല്യൂ കൊടുത്താൽ 4 × √P ഇവിടെ എത്രയാ? cot θ + cos θ ഇൻറ്റു Q cot θ മൈനസ് cos θ റൂട്ടിനകത്താണ്. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇതിന് ഈക്വലാണെന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് A + B × A - B അല്ലേ. അപ്പോൾ നമുക്കറിയാം A + B × A - B അറിഞ്ഞുകൂടാത്ത ആരുമില്ല. നിങ്ങളുടെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഓൾജിബ്രിക് ഐഡൻറ്റിറ്റിയാണ് ദിസ് A + B × A - B, ദാറ്റ് ഇസ് A² മൈനസ് B² വരും. അതനുസരിച്ച് ഇതിൻ്റെ സ്ക്വയർ cot² θ മൈനസ് cos² θ എന്ന് വരും. ഇത് കണ്ടിട്ട് ചില കുട്ടികൾ സ്ക്വയർ റൂട്ടിനകത്ത് 2 ഫാക്ടർ ഉണ്ടല്ലോ, നേരെ ഇങ്ങ് cot θ എടുക്കും, മൈനസ് ഇട്ട് cos θ എടുക്കും. ഇറ്റ് ഇസ് അട്ടർ റോങ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് സ്ക്വയർ റൂട്ടിനകത്ത് 2 ഫാക്ടർ വന്നാൽ ഒരു ഫാക്ടർ എടുക്കാം. അതായത് 1 of the 2 ഫാക്ടേഴ്സ് ആണ് സ്ക്വയർ റൂട്ട് എന്നൊക്കെ അറിയാം. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. സോ അപ്പോൾ ഇതിനെ നമുക്ക് കോട്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാമല്ലോ. കോട്ടിനെ എങ്ങനെ എഴുതാം? cos² θ sin² θ മൈനസ് cos² θ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കി, ഇതിനകത്ത് കോസ് കോമൺ ആയിട്ടില്ലേ? cos² θ കോമൺ ഉണ്ട്. സോ ഇഫ് യു ടേക്ക് cos² θ കോമൺ ഇൻറ്റു ഇവിടെ എന്ത് വരും? ഈ cos² നമ്മൾ കോമൺ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ 1 വരും. 1/sin² θ മൈനസ്
ഈ കോസ് സ്ക്വയർ കോമൺ എടുത്തിട്ടുണ്ട്, സോ 1 ഇങ്ങനെ വരും. ഓക്കെ, ദറ്റ് ഈസ് 4 ഇൻറ്റു റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? സോറി, ഇത് ക്രോസ് ചെയ്യണ്ട. 1/sin സ്ക്വയർ ഇസ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഇങ്ങനെ കിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1? ഈ ഐഡൻറ്റിറ്റി 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ, ഈ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് നോക്കൂ, കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1 വരുമ്പോൾ അവിടെ നമുക്ക് കോട്ട് സ്ക്വയർ തീറ്റ എഴുതിക്കൂടെ? 4 ഇൻറ്റു റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസി സ്ക്വയർ തീറ്റ മൈനസ് 1 ഇസ് കോട്ട് സ്ക്വയർ തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി നോക്കിയേ, കണ്ടോ റൂട്ടിനകത്ത് 2 ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. കോസ് സ്ക്വയർ തീറ്റേൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. ദാറ്റ് ഇസ് 4 കോസ് തീറ്റ കോട്ട് തീറ്റ. ഇത് തന്നെയല്ലേ LHS സിംപ്ലിഫൈ ചെയ്ത് വന്നത്? അപ്പോൾ ഇത് തന്നെയല്ലേ RHS സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്? സോ വി ക്യാൻ റൈറ്റ് LHS ഈക്വൽ ടു RHS. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതേപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ബോർഡ് എക്സാമിന് പോകാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.